നിങ്ങൾ അറിഞ്ഞില്ലേ, മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ട് കോതമംഗലം ചെറുവട്ടൂരിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന നാരായണനും 90% കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഭാര്യ വിജിമോളും മകൾ ഹന്ന 2 വയസ്സുകാരൻ മകനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ വെള്ളിയാഴ്ച, അതായത് 2026 ജൂൺ 26-നാണ് പിറവംപുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തിരുന്നത്. അവർ താമസിച്ചിരുന്ന വാടക വീട് ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. തല ചായ്ക്കാൻ ഒരിടവും വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ ആഹാരവുമില്ലാത്ത അതിദരിദ്രരായിരുന്ന ഇവരുടെ മുൻപിൽ മരണമല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഓർക്കുക, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സകല സംവിധാനങ്ങളും മനുഷ്യന്റെ പ്രാണനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ളതാണ്. ഈ സംവിധാനങ്ങളുടെ ദൃഷ്ടിയിൽ ഈ പാവങ്ങൾ പെട്ടില്ല. അതാണ് അത്ഭുതം. ഈ സമൂഹവും ഭരണ സംവിധാനങ്ങളും സ്വയം ആത്മപരിശോധന വിധേയരാകണം. അതിദരിദ്ര മുക്ത കേരളം എന്ന പ്രഖ്യാപനം കഴിഞ്ഞ് അധിക നാൾ കഴിയും മുൻപാണ് ഈ സംഭവം നടന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേമ പദ്ധതികളിലൂടെ നിരവധി ആളുകൾക്ക്, കുടുംബങ്ങൾക്കും സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ നാരായണനെ പോലെ അർഹതയുള്ളവർ പദ്ധതികൾക്ക് പുറത്താകുകയോ സഹായ സമയത്ത് ലഭിക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ ഭരണപരമായ വീഴ്ചയൊക്കെ ആകാം. അത്തരമൊരു കുടുംബം സഹായം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ അധികാരികൾ പരിശോധിക്കേണ്ടതാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യ സംഘടനകളും അതിദരിദ്രരായവരെ കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഓർക്കുക, ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടത് വെറും പ്രഖ്യാപനങ്ങളിലല്ല, പ്രത്യേകത ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വിശക്കുന്നവന് ഭക്ഷണവും ഭവനരഹിതന് പാർപ്പിടവും നിരാശന് പ്രത്യാശയും നൽകുമ്പോഴാണ് ഒരു സമൂഹത്തിൽ മഹത്വം തെളിയുന്നത്. ദൈവം ഓരോ മനുഷ്യജീവനെയും വിലമതിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു: ദരിദ്രരോട് കരുണ കാണിക്കുന്നവർ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. സദൃശവാക്യങ്ങൾ 19:17 വാക്യം. ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുപ്പീൻ, പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുപ്പീൻ. സങ്കീർത്തനം 82:3. ഇനി ഇതുപോലുള്ള ആത്മഹത്യ നടക്കാതിരിക്കട്ടെ. ഇതിനൊരു അവസാനം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.